ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളാണുള്ളത്. ചിലയിടത്ത് രാത്രിയാവുമ്പോൾ ചിലയിടത്ത് രാവിലെ ആവും, ചിലയിടത്ത് ഉച്ചയായിരിക്കുമ്പോൾ ചിലയിടത്ത് പാതിരാത്രി ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഏതെങ്കിലും വിദേശ രാജ്യത്തുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലെ സമയത്തായിരിക്കില്ല പലപ്പോഴും നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഇനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്പോർട്സ് മാച്ചുകളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ കളി നടക്കുന്നത് വൈകുന്നേരമാണെങ്കിലും ഇന്ത്യയിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഉച്ചയ്ക്കാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സമയവ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സോ ഇതിന് കൊടുക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉത്തരം ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ രാത്രിയും പകലും അല്ലെങ്കിൽ ഈ സമയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന്. ഭൂമിയുടെ ഒരറ്റത്ത് സൂര്യൻ പ്രകാശിച്ച് നിൽക്കുമ്പോൾ മറ്റേ അറ്റത്ത് ഇരുട്ടായിരിക്കും. സോ ഒരു സ്ഥലത്ത് പകലായിരിക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് രാത്രിയായിരിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഏരിയയിലും ഒരു സമയത്ത് എത്ര മണിയായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുകൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. സോ സമയം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഭൂമിയുടെ മാപ്പോ അല്ലെങ്കിൽ ഗ്ലോബോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം നെടുകയും കുറുകയുമുള്ള ധാരാളം വരകൾ കാണാം. നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ എന്നാണ് നമ്മൾ ഈ രേഖകളെ വിളിക്കാറുള്ളത്. ഇതിൽ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഭൂമിയുടെ പ്രതലത്തിലൂടെ ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചിട്ടുള്ള വരകളാണ്. അപ്പോൾ നമ്മളൊരു ഗ്ലോബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് ചുറ്റും വരച്ചിരിക്കുന്ന വരകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവുകൾ നമ്മൾ ഡിഗ്രിയിലാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ആ ഒരു സയൻസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ വരകളിൽ ഏറ്റവും നീളം കൂടിയ വര വരയ്ക്കുന്നത് ഭൂമിയുടെ മധ്യഭാഗത്തൂടെയാണ്. കാരണം ഭൂമിക്ക് ഒരു ഗോളാകൃതി പോലെ ആയതുകൊണ്ട് അതിൻ്റെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചുറ്റളവ് വരുന്നത്. സോ അതിലെ വരയ്ക്കുന്ന വരയെയാണ് നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇക്വേറ്റർ, അതുമല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. സോ ഈ ഭൂമധ്യരേഖയ്ക്ക് നോർത്തിലേക്കും സൗത്തിലേക്കും, മുകളിലേക്കും താഴേക്കും എന്ന് പറയുന്നതിന് പകരം നോർത്തിലേക്കും സൗത്തിലേക്കുമായിട്ടാണ് മറ്റ് ലാറ്റിറ്റ്യൂഡുകൾ നമ്മൾ വരയ്ക്കുന്നത്. സോ 0 ഡിഗ്രിയിൽ നിന്ന് മുകളിലേക്ക് 90 ഡിഗ്രി വരെയും താഴേക്ക് 90 ഡിഗ്രി വരെയും നമ്മൾ വരയ്ക്കാറുണ്ട്. സോ 90 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് പോളും, അതുപോലെ തന്നെ 90 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത് സൗത്ത് പോളുമാണ്. സോ ഈ കാര്യത്തിൽ ആർക്കും വലിയ തർക്കങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ ലാറ്റിറ്റ്യൂഡ് മാത്രമല്ല, നമുക്ക് രേഖാംശ രേഖകളുമുണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ലോങ്കിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സോ ഈ ലോങ്കിറ്റ്യൂഡ് എങ്ങനെയാണ് വരുന്നത്? എല്ലാ ലോഞ്ചിറ്റ്യൂഡുകൾക്കും ഒരേ നീളമാണ് എന്ന് നമുക്ക് കാണാം. കാരണം ലോഞ്ചിറ്റ്യൂഡുകളെ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകളാണ് എന്നാണ്. അതായത് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വരകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 360 എണ്ണമാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. പക്ഷെ നമ്മളൊരു വൃത്തം എടുക്കുകയാണെങ്കിൽ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, വൃത്തത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് എന്ന്. സോ ഭൂമിയെ നമ്മൾ മുറിക്കുകയാണെങ്കിൽ നമുക്കൊരു വൃത്തത്തിലുള്ള ആകൃതിയായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ചുറ്റും ഈ വരകൾ വരയ്ക്കുന്നത് കൊണ്ട് 360 ഡിഗ്രിയിൽ 360 വരകളാണ് സാധാരണയായിട്ട് നമ്മൾ വരയ്ക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് പറഞ്ഞതുപോലെ ഒരു പ്രത്യേകത ഇവിടെ ഒരു ലൈനിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ലാറ്റിറ്റ്യൂഡാണ്. എന്നാൽ ഇവിടെ എല്ലാ വരകൾക്കും തുല്യമായിട്ടുള്ള നീളങ്ങളായതുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ ഒരു 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആദ്യകാലങ്ങളിലൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കാലങ്ങളിൽ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇന്ന ലാറ്റിറ്റ്യൂഡിലാണ് ഇന്ന ലോഞ്ചിറ്റ്യൂഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും മാപ്പുകൾ വരയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വരകൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഓരോ രാജ്യങ്ങളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തിരഞ്ഞെടുക്കുകയാണ്. ഇതാണ് ഏറ്റവും മധ്യത്തിലുള്ള രേഖ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് 1850കൾക്കൊക്കെ ശേഷമാണ്. അപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി ഇൻഡസ്ട്രികൾ ശക്തി പ്രാപിക്കുന്നു. അതുപോലെ തന്നെ റെയിൽവേ നെറ്റ്വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് വരികയാണ്. ട്രെയിനുകളൊക്കെ ഓടാൻ തുടങ്ങും. അപ്പോൾ ഈ ട്രെയിനുകളൊക്കെ ഓടുമ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളും അവരുടെ ലോക്കൽ ടൈം, അവരുടെ സ്ഥലത്തെ സമയം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അവർ തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രദേശത്തിന് മുകളിൽ, നേരെ മുകളിൽ എപ്പോഴാണോ സൂര്യൻ വരുന്നത് അത് ഉച്ചയ്ക്ക് 12 മണി എന്നങ്ങോട്ട് ഫിക്സ് ചെയ്യും. അതിനനുസരിച്ച് മറ്റ് സമയങ്ങളും ഫിക്സ് ചെയ്യും. അപ്പോൾ അതിനകത്തൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ട്രെയിനുകൾ ദീർഘദൂരങ്ങളിൽ ഓടാൻ തുടങ്ങിയപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അമേരിക്കയിൽ ഒരു കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോക്കൽ ടൈമുകളുടെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഒരു ട്രെയിന് ഇതിനകത്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓടിയെത്താൻ എത്ര നേരം എടുക്കും എന്നവർക്കറിയാം. പക്ഷെ കൃത്യം എത്ര സമയത്ത് അവിടെ ചെല്ലും, അല്ലെങ്കിൽ എത്ര മണിക്കാണ് ഈ ട്രെയിൻ ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഈ ലോക്കൽ ടൈമിലുള്ള വേരിയേഷൻസ് കാരണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ നെറ്റ്വർക്കുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോൾ ലോകം മുഴുവനിലേക്കും ഈ പ്രശ്നം വ്യാപിക്കുമെന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ്. സോ ലോകം മുഴുവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് അതത് സ്ഥലങ്ങളിലെ സമയം തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം വരണം എന്ന് എല്ലാവരും ആലോചിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി 1884 അമേരിക്കയിലെ വാഷിങ്ടൺ DC വെച്ചിട്ട് ഒരു കോൺഫറൻസ് വിളിച്ചു ചേർക്കുകയാണ്. ഇതിനെയാണ് മെറിഡിയൻ കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഫറൻസിൽ അന്ന് ലോകത്തെ പ്രധാനപ്പെട്ട 41 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവർ സമയം നിശ്ചയിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖയെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സോ സമയം തീരുമാനിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എന്നൊരു സംശയം തോന്നും. സോ ആദ്യം ഇത് കേൾക്കുക, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഭൂമിക്ക് ചുറ്റും ധാരാളം ലോഞ്ചിറ്റ്യൂഡുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും 2-3 ലോഞ്ചിറ്റ്യൂഡുകൾ ഉയർന്നു വന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്താങ്ങിയത് ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തുകൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡാണ്. അതിനെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡായിട്ട് പ്രഖ്യാപിക്കുകയും അതിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന ഈ രേഖയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ആ കാലത്ത് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം ഇംഗ്ലണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു റോയൽ ഒബ്സർവേറ്ററി ഉണ്ട്. ആസ്ട്രോണമിക്കൊക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്. സോ എന്തുകൊണ്ട് അതിലെ ഈ ലൈൻ കടന്നു പോയിക്കൂടാ എന്നുള്ളൊരു തീരുമാനമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വരെയാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് 180 ഡിഗ്രി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. സോ ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ചിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഏറെക്കുറെ കടലിലൂടെ ആയിരിക്കും, കര തീരെ കുറവുള്ള ഒരു സ്ഥലത്തൂടെ ആയിരിക്കും. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പസഫിക് മഹാസമുദ്രമാണ്. അവിടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 1-2 ലാൻഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സമുദ്രമാണ്. അപ്പോൾ ആ വര സമുദ്രത്തിലൂടെ പൂർണ്ണമായിട്ടും കടന്നു പോകും. എന്തുകൊണ്ടാണ് ഈ വര സമുദ്രത്തിലൂടെ പൂർണ്ണമായിട്ട് കടന്നു പോകേണ്ടത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുന്നേ കുറേ കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. സോ അത് പിന്നീട് പറയുന്നതായിരിക്കും. സോ അപ്പോൾ എങ്ങനെയാണ് പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈനിന് ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന ഒരു രേഖ, അതിനെയാണ് നമ്മൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് ഫിക്സ് ചെയ്തു, പ്രൈം മെറിഡിയൻ എന്നതിനെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 0 ഡിഗ്രിക്ക് ഈസ്റ്റിലേക്കുള്ള ലൈനുകളെ എല്ലാം ആ 0 ഡിഗ്രിയിൽ നിന്നും എത്ര ഡിഗ്രി അകലെയാണ് ഒരു ലൈൻ എന്ന് നോക്കും, അതിൻ്റെ അപ്പുറത്ത് ഈസ്റ്റ് എന്ന് എഴുതി ചേർക്കും. ആ 0 ഡിഗ്രിയിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ലൈനാണ് ആ സ്ഥലത്തൂടെ കടന്നു പോകുന്നതെന്ന് നോക്കും, അത് എത്ര ഡിഗ്രി ആണെന്ന് അളന്നതിന് ശേഷം അതിന് വെസ്റ്റ് എന്ന് പറയും. ഇങ്ങനെയാണ് അന്ന് മുതൽ നമ്മൾ അളക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് എടുക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ലോങ്കിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 76.9 ഡിഗ്രി ഈസ്റ്റ് ആണ് എന്ന് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? 0 ഡിഗ്രി കടന്നു പോകുന്ന ഗ്രീൻവിച്ചിൽ നിന്നും 76.9 ഡിഗ്രി കിഴക്കോട്ട് മാറിയിട്ടാണ് ആ ഒരു ലൈനിലൂടെയാണ്, അല്ലെങ്കിൽ ആ ലൈൻ കടന്നു പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉള്ളത്. ഇങ്ങനെ കൃത്യമായിട്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളെയും നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതും സമയവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് ഫിക്സ് ചെയ്യുന്നത്? അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്നത് 24 മണിക്കൂറാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 360 ലോഞ്ചിറ്റ്യൂഡുകളാണ് നമുക്ക് ഭൂമിക്ക് ചുറ്റുമുള്ളത്. അല്ലെങ്കിൽ ഭൂമി 360 ഡിഗ്രിയാണ് ഒരൊറ്റ കറക്കത്തിലൂടെ കറങ്ങുന്നത്. വൃത്തത്തിൻ്റെ കോണളവ് 360 ഡിഗ്രിയാണ് എന്നുള്ള ഒരു തിയറി വെച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഭൂമി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ 24 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഭൂമി 1 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രിയാണ് കറങ്ങുന്നത് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. 1 മണിക്കൂർ കൊണ്ട് 360നെ 24 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 15. സോ 1 മണിക്കൂർ കൊണ്ട് ഭൂമി 15 ഡിഗ്രിയാണ് കറങ്ങുന്നത്. സോ ഈ മെറിഡിയനിൽ നിന്നും, അതായത് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും ഓരോ ലോഞ്ചിറ്റ്യൂഡിലേക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിലേക്കുള്ള ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ആ ഒരു സ്ഥലവും, അതായത് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു രേഖയും നമ്മുടെ ലൊക്കേഷനും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുത്ത് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ഈസ്റ്റ് ആണ് എന്ന് വിചാരിക്കുക. 60 ഡിഗ്രി കിഴക്കോട്ട് മാറിയിട്ടാണ് ആ സ്ഥലം ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗ്രീൻവിച്ചിൽ അല്ലെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആ 60 ഡിഗ്രി എന്ന് പറയുന്ന ടൈം ഡിഫറൻസ് എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 15 ഡിഗ്രി എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി എന്ന് പറയുന്നത് 15 × 4 ആയതുകൊണ്ട് 4 മണിക്കൂറാണ് എന്ന് നമുക്ക് കാണാം.
ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈസ്റ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മുന്നോട്ടാണ് പോകുന്നത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സൂര്യൻ്റെ സഞ്ചാരപഥം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എന്ന് നമുക്കറിയാം. സോ സൂര്യൻ ആദ്യം വരുന്നത് കിഴക്ക് ഭാഗത്തും പിന്നീട് പടിഞ്ഞാറോട്ടുമാണ് പോകുന്നത്. സോ കിഴക്ക് എപ്പോഴും പടിഞ്ഞാറിനേക്കാൾ മുന്നിലായിരിക്കും സമയത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് 60 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി കിഴക്കോട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സ്ഥലത്തെ സമയം ഗ്രീൻവിച്ചിനേക്കാൾ 4 മണിക്കൂർ മുന്നിലാണ് എന്നാണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 × 4 സോ 4 മണിക്കൂറാണെന്ന് നമുക്കറിയാം. അത് ഈസ്റ്റ് ആയതുകൊണ്ട് 4 മണിക്കൂർ മുന്നോട്ടാണ് എന്ന് പറയും. സോ ആ സ്ഥലത്തെ സമയത്തെ നമ്മൾ GMT+4 എന്ന് പറയും. ഇതിൽ GMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ചിലെ സമയം എത്രയാണോ, അല്ലെങ്കിൽ ആ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ സമയം എത്രയാണോ അതിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. കാരണം അതിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അതിൽ നിന്നും എത്ര കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്നാണ് പറയുന്നത്. സോ 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സമയം GMT+4 ആയിരിക്കും. നിങ്ങൾ ഇൻ്റർനാഷണൽ ടൈമിൽ ഏത് ഇൻ്റർനാഷണൽ ടൈം സോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും GMT+or- ഇത്ര സമയം എന്നാണ് പറയുന്നത്. അത് പറയുന്നതിനുള്ള കാരണം ഇതാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു ഉദാഹരണം കൂടി എടുക്കാം. മറ്റൊരു സ്ഥലം എടുക്കുന്നു. ആ സ്ഥലത്തെ ലോഞ്ചിറ്റ്യൂഡ് 60 ഡിഗ്രി വെസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഗ്രീൻവിച്ചിൽ നിന്നും അല്ലെങ്കിൽ ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും 60 ഡിഗ്രി പടിഞ്ഞാറാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോഴും സമയത്തിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 4 മണിക്കൂർ തന്നെയാണ്. കാരണം 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 മണിക്കൂറാണ്. പക്ഷേ ഇത് 4 മണിക്കൂർ പുറകോട്ടായിരിക്കും, കാരണം വെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ആ സ്ഥലത്തെ സമയത്തെ നമുക്ക് എങ്ങനെ നോട്ട് ചെയ്യാം? GMT-4. അതായത് ഗ്രീൻവിച്ചിൽ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ അവിടെ 60 ഡിഗ്രി വെസ്റ്റിൽ രാവിലെ 8 മണിയായിരിക്കും. അതേസമയം 60 ഡിഗ്രി ഈസ്റ്റിലോ വൈകുന്നേരം 4 മണിയായിരിക്കും, കാരണം GMT+4 ആണ്. അപ്പോൾ ഈ 60 ഡിഗ്രി വെസ്റ്റും 60 ഡിഗ്രി ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 8 മണിക്കൂറായിരിക്കും. സോ ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് ചിലർക്കൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും, ലോകത്തിലെ ഓരോ സ്ഥലത്തെയും ലോഞ്ചിറ്റ്യൂഡ് എത്രയാണെന്ന് ഈ ഗ്രീൻവിച്ച് ലൈൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയും ആ സ്ഥലവും ഈ ഗ്രീൻവിച്ച് സമയവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇങ്ങനെ ലോകത്തിലെ എല്ലാ സമയങ്ങളും തമ്മിൽ സിങ്ക് ചെയ്യിക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ പ്രൈം മെറിഡിയൻ ഏതാണെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 84ലെ കോൺഫറൻസ് തീരുമാനിച്ചത്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോകത്തിലെ എല്ലാ സമയങ്ങളും തമ്മിൽ സിങ്ക് ആവുന്നത് കാണുകയും ചെയ്യാം. ഇതാണ് ലോഞ്ചിറ്റ്യൂഡും സമയവും തമ്മിലുള്ള ബന്ധം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതോടുകൂടി നിങ്ങൾ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മാപ്പാണ് ലോകത്തിൻ്റെ ടൈം സോൺ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം സോണുകളെല്ലാം കൃത്യമായ വരകളുടെ ഇടയിലല്ല വന്നിരിക്കുന്നത് എന്ന് കാണാം. ഈ വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ലോകത്തിലെ എല്ലാ സമയവും അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡ് മാത്രം നോക്കിയല്ല പറയുന്നത്. അതത് രാജ്യങ്ങളാണ് അവരുടെ രാജ്യങ്ങളിലെ ഓരോ ഏരിയയിലെയും ടൈം സോൺ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ കിഴക്ക് ഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും ലോഞ്ചിറ്റ്യൂഡുകൾ എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം, അതായത് ഗുജറാത്ത് ഏരിയയിലുള്ള ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇനി ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 97 ഡിഗ്രി ഈസ്റ്റ് ആണ് അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 90 ഡിഗ്രി ഈസ്റ്റ് എന്നും 60 ഡിഗ്രി ഈസ്റ്റ് എന്നും എടുക്കാം. അതായത് ഗുജറാത്തിൽ 60 ഡിഗ്രി ഈസ്റ്റ് ആണ് അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സമയം എത്രയായിരിക്കും? നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂറാണ്. ഈസ്റ്റ് ആയതുകൊണ്ട് മുന്നോട്ടാണ് പോകുന്നത്. സോ GMT+4 ആയിരിക്കും അവിടുത്തെ സമയം എന്ന് പറയുന്നത്. സോ ഗ്രീൻവിച്ചിൽ അത് 12 മണി, ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഗുജറാത്തിൽ 60 ഡിഗ്രി പാസ് ചെയ്യുന്ന സ്ഥലത്ത് അത് വൈകുന്നേരം 4 മണിയായിരിക്കും. ഇനി അരുണാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു 90 ഡിഗ്രി ഈസ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 മണിക്കൂറാണ് എന്ന് കാണാം. കാരണം 15 × 6 ആണ് 90 എന്ന് പറയുന്നത്. സോ അവിടുത്തെ സമയം GMT+6 ആയിരിക്കും. അതായത് ഗ്രീൻവിച്ചിൽ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അരുണാചൽ പ്രദേശിൽ ആക്ച്വലി ആവേണ്ടത് വൈകുന്നേരം 6 മണിയാണ്. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിൽ ഗുജറാത്തിലായാലും അരുണാചൽ പ്രദേശിലായാലും ഏത് സ്ഥലങ്ങളിലായാലും ഒരൊറ്റ ടൈം സോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതത് ഗവൺമെൻറ്റുകൾ തീരുമാനിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഓരോ മെറിഡിയൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ലോഞ്ചിറ്റ്യൂഡ് അനുസരിച്ച് ടൈം സോൺ മാറ്റണോ വേണ്ടയോ എന്ന്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ തീരുമാനിച്ചു ഇന്ത്യക്ക് ഒരൊറ്റ ടൈം സോൺ മതി. ആ ടൈം സോണിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് തന്നെയാണ്. 82.5 ഡിഗ്രി എന്നുള്ളൊരു ലോഞ്ചിറ്റ്യൂഡാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നത്. അപ്പോൾ 82.5 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സമയം എത്രയായിരിക്കും? നമുക്ക് 82.5 ഡിഗ്രിയെ 15 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 5.5 എന്ന് കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 75 + 7.5 എന്നെടുക്കാം. 82.5 75 + 7.5 എന്നെടുക്കാം. 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്കൂറാണ്. 7.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ൻ്റെ പകുതിയാണ്, അരമണിക്കൂറാണ്. അങ്ങനെ 5.5 മണിക്കൂറാണ്.
സോ 82.5 ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സമയം നമ്മൾ എടുക്കുമ്പോൾ ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ. ഇതിനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. IST നിങ്ങൾ എവിടെ നോക്കിയാലും GMT + 5:30 അല്ലെങ്കിൽ 5.5 എന്ന് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര സമയമാണ് വരുന്നത്, ആ സമയമായിരിക്കും ഇന്ത്യ മുഴുവൻ എന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സമയം തന്നെ തീരുമാനിക്കണമെന്നില്ല, പല ടൈം സോണുകളുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ US നോക്കുകയാണെങ്കിൽ അവിടെ 6 ഡിഫറൻറ്റ് ടൈം സോണുകളുണ്ട് എന്ന് കാണാം. അത് വെസ്റ്റിലേക്ക് ആയതുകൊണ്ട് GMT -4, -5, -6, -7, -8 അങ്ങനെ പലതരത്തിലുള്ള 6 ഡിഫറൻറ്റ് ടൈം സോണുകൾ നമുക്ക് അവിടെ കാണാം. സോ അത് വലിയ രാജ്യമായതുകൊണ്ട് അവരങ്ങനെ തീരുമാനിച്ചു. ഇന്ത്യയിൽ 2 ടൈം സോൺ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ ചില കാലത്തൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു ടൈം സോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. സോ എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിലെയും ടൈം സോണുകൾ ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ലോഞ്ചിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒന്നിലധികം ലോഞ്ചിറ്റ്യൂഡുകളോ സെലക്ട് ചെയ്ത് ആ സമയം അതിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്ന ടൈം സോൺ മാപ്പിൽ എല്ലാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വരാതെ ചില ഏറ്റക്കുറച്ചിലുകളിലൂടെ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കൺസെപ്റ്റ് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ 0 ഡിഗ്രിയിൽ നിന്നും വെസ്റ്റിലേക്കും ഈസ്റ്റിലേക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലൈനാണ്. 180 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ എടുത്താലും 180 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ എടുത്താലും അത് രണ്ടും ഒരേ ലൈനാണെന്ന് കാണാം. കാരണം മൊത്തം 360 ഡിഗ്രിയാണ് നമ്മൾ പറയുന്നത്. സോ 360ൻ്റെ പകുതിയാണ് 180. സോ ഇത് രണ്ടും കൂടി ഒരു ലൈനിൽ പോയി കൂട്ടിമുട്ടും. അപ്പോൾ ഈ ലൈനിലെ സമയം എത്രയാണ് എന്നും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇന്ന് മെയ് 30 നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻവിച്ചിലാണെന്ന് വിചാരിക്കുക. ഗ്രീൻവിച്ചിൽ വൈകുന്നേരം 4 മണിയാണ് സമയം. സോ ഈ ഗ്രീൻവിച്ചിൽ നിന്ന് നമ്മൾ ഈസ്റ്റിലേക്ക് പോയി 180 ഡിഗ്രി ഈസ്റ്റിലെത്തിയാൽ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 180നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും 12 മണിക്കൂറാണ്. അപ്പോൾ ഈ 180 ഡിഗ്രി നമ്മൾ ഈസ്റ്റിലെത്തുമ്പോൾ നമ്മൾ 12 മണിക്കൂർ മുന്നോട്ട് പോയിരിക്കുകയാണ്. സോ മെയ് 30 വൈകുന്നേരം 4 മണിയാണ് ഗ്രീൻവിച്ചിലെ സമയം. പക്ഷേ 180 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും സമയം? മെയ് 31 രാവിലെ 4 മണിയാണ്. കാരണം വൈകുന്നേരം 4 മണിയിൽ നിന്ന് 12 മണിക്കൂർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആവും. അങ്ങനെ മെയ് 31 രാവിലെ 4 മണിയാണ്. നമ്മളിനി ഇതേ ഗ്രീൻവിച്ച് ലൈനിൽ നിന്നും വെസ്റ്റിലേക്ക് പോവുകയാണ്. വെസ്റ്റിലേക്ക് നമ്മൾ 180 ഡിഗ്രി പോയാൽ എങ്ങനെയിരിക്കും? നമ്മൾ സമയം പുറകോട്ട് പോവുകയാണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ വൈകുന്നേരം 4 മണിയിൽ നിന്നും 12 മണിക്കൂർ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും രാവിലെ 4 മണിയാണ്. പക്ഷേ അത് മെയ് 30 തന്നെയാണ്. സോ നമ്മൾ 180 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ മെയ് 31 രാവിലെ 4 മണിയാണ്. എന്നാൽ 180 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുമ്പോൾ മെയ് 30 രാവിലെ 4 മണിയാണ്. അതായത് ഒരേ ലൈനിൽ തന്നെ സമയം സെയിം തന്നെയാണ്, പക്ഷേ ദിവസത്തിൽ വ്യത്യാസമുണ്ടാവും. സോ ഇൻ്റർനാഷണലായിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ 180 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ആ ലൈനിനെ നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ ഇടതുവശത്ത് ഒരു ദിവസം മുന്നോട്ടായിരിക്കും, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ വലതുവശത്ത് ഒരു ദിവസം പിറകോട്ടായിരിക്കും. സോ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ വീഡിയോ പോസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഗ്രീൻവിച്ചിലൂടെ തന്നെ പോകുന്ന രേഖയെ പ്രൈം മെറിഡിയൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന 180 ഡിഗ്രിയിൽ വരുന്ന ലൈൻ ഏകദേശം ഭൂരിഭാഗവും കടലിലൂടെ തന്നെ പൊയ്ക്കൊള്ളും. ആ തീരുമാനം എടുത്തതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ ലൈൻ ഭൂരിഭാഗവും കരയിലൂടെയാണ് പോകുന്നതെങ്കിൽ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരു സ്ഥലത്ത് ഒരു ദിവസമായിരിക്കും, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ദിവസമായിരിക്കും. ദിവസത്തിലുള്ള വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഭൂരിഭാഗവും കടലിലൂടെ പോവുകയാണെങ്കിൽ, കര തീരെ കുറവാണെങ്കിൽ, കരയില്ലാതെ ഒരിക്കലും പോകാൻ പറ്റില്ല, കര തീരെ കുറവാണെങ്കിൽ ഈ സമയ വ്യത്യാസത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ 180 ഡിഗ്രി പോകുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ കരയുണ്ട്, കുറേയധികം ദ്വീപുകളുണ്ട്, അതുപോലെ തന്നെ റഷ്യയുടെ ഭാഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അവിടെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വര സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അത് ഈ ഡേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. സോ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഈ വരകളുടെ പ്രത്യേകത എന്താണ്? അതിൽ തന്നെ ലോഞ്ചിറ്റ്യൂഡുകളിൽ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ലൈൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്? അത് ഫിക്സ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫിക്സ് ചെയ്തത് കൊണ്ട് നമ്മൾ വേൾഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഒരു സ്ഥലത്തെ സമയം കണ്ടുപിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ സമയം അനുസരിച്ച് ഒരു സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിലൊക്കെ സിമ്പിളായിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് പറ്റും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ഒരു സുഹൃത്ത് വിളിക്കുന്നു, നിങ്ങൾ രാത്രി 10 മണിക്ക് കിടക്കാറാവുമ്പോഴാണ് നിങ്ങളുടെ സുഹൃത്ത് വിളിക്കുന്നത്. അയാൾ പറയുകയാണ് ഇവിടെ വൈകുന്നേരം 6 മണിയേ ആയിട്ടുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ
നിങ്ങളുടെ വെസ്റ്റിലാണോ ഈസ്റ്റിൽ നിന്നുകൊണ്ടാണോ അയാൾ സംസാരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. മാത്രമല്ല ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. സോ ഈ വീഡിയോയിലൂടെ ചില പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.